സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്കെന്നും ആവശ്യമുള്ള ഒരു 45 വാക്യങ്ങളാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇതൊരു വാക്യങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾ പഠിച്ച ഒരു പുതിയ വാക്യമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ ഞാൻ ലൈക്കും ഡിസ്ലൈക്കും എല്ലാം കൂടെ കൂട്ടി ഒരു 1000 പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കാം. നിനക്ക് ഇംഗ്ലീഷ് അറിയാവോ? നമ്മൾ സാധാരണ ഇംഗ്ലീഷ് അറിയാവോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിക്കല്ല, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറുപടിയായിട്ട് പറയാം ഓൺലി എ ലിറ്റിൽ, നോട്ട് വെരി വെൽ എന്ന് പറഞ്ഞാൽ കുറച്ചറിയാം, പക്ഷെ അത്ര നന്നായിട്ട് അറിയത്തില്ല. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റിപ്പീറ്റേഷനാണ് എപ്പോഴും ഏത് ലാംഗ്വേജും പഠിക്കുന്നത്. നിനക്ക് ഇംഗ്ലീഷ് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് സിമ്പിൾ? അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്ന് തോന്നുന്നുണ്ടെന്ന് എങ്ങനെ ആ സിമ്പിൾ അങ്ങ് മാറ്റി ഡിഫിക്കൽട്ട് ഇട്ടാണ് അല്ലേ? ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഡിഫിക്കൽട്ട്? അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്നുള്ളതിന് നമുക്ക് ഹാർഡ് വേണം ചോദിക്കാം അല്ലേ? ഹാർഡ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള, അതാണ് കോംപ്ലിക്കേറ്റഡ്. ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് കോംപ്ലിക്കേറ്റഡ്? നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് സിമ്പിൾ? ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഡിഫിക്കൽട്ട്? ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഹാർഡ്? Do you think English is complicated? എന്തെങ്കിലും സഹായം വേണോ? Do you need some kind of help? Do you need some kind of help? Do you need some kind of help? Yes, but I can't explain it in English. വേണം, പക്ഷേ എനിക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അത് പറയാൻ അറിയത്തില്ല. Do you need some kind of help? Yes, but I can't explain it in English. അവൻ എവിടെ നിന്നാണ് വരുന്നത്? Where does he come from? Where does he come from? Where does he come from? അവൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. He lives nearby, അല്ലെങ്കിൽ he resides nearby. Lives ആയിരിക്കും ഇച്ചിരി കോമൺ. He lives nearby. He lives nearby. അവൻ എന്നാ വിദ്യാഭ്യാസമുണ്ട്? What is his academic qualification? അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കാം, പക്ഷേ കൂടുതൽ ഇച്ചിരി നല്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് എന്ന് ചോദിക്കുന്നതാണ് കൂടുതൽ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. വാട്ട് ഈസ് ഹിസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ? വാട്ട് ഈസ് ഹിസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ? വാട്ട് ഈസ് ഹിസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ? 10ൽ നിനക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? വാട്ട് പെർസെൻറ്റേജ് ഡിഡ് യു ഗെറ്റ് ഫോർ യുവർ 10th ഗ്രാജുവേഷൻ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ 10th സ്റ്റാൻഡേർഡ് എന്നല്ല ഗ്രാജുവേഷൻ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ആ പാസ്സാകുന്നതാണ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10th ഗ്രാജുവേഷൻ, 12th ഗ്രാജുവേഷൻ എന്നൊക്കെയാണ് സാധാരണ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനിയിപ്പോൾ 10th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചോദിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇച്ചിരി നല്ല ഇംഗ്ലീഷ് പഠിക്കുക അല്ലേ? വാട്ട് പെർസെൻറ്റേജ് ഡിഡ് യു ഗെറ്റ് ഫോർ യുവർ 10th ഗ്രാജുവേഷൻ? വാട്ട് പെർസെൻറ്റേജ് ഡിഡ് യു ഗെറ്റ് ഫോർ യുവർ 10th ഗ്രാജുവേഷൻ? എനിക്കിപ്പോൾ പോകണം. ഐ വുഡ് ലൈക്ക് ടു ഗോ നൗ. ഐ വുഡ് ലൈക്ക് ടു ഗോ നൗ. ഐ വുഡ് ലൈക്ക് ടു ഗോ നൗ. ഈയിടെ നീ എവിടെയായിരുന്നു? വെ ഹാവ് യു ബീൻ റീസെൻ്റ്ലി? വെ ഹാവ് യു ബീൻ റീസെൻ്റ്ലി? Where have you been recently? Where have you been recently? നീ നവംബർ മുതൽ നീ എവിടെയായിരുന്നു? Where have you been since November? Where have you been since November? ഞാൻ ഓർത്തു നീ കേരളത്തിലായിരുന്നു. I thought you were in Kerala. I thought you were in Kerala. I thought you were in Kerala. അവൻ നിന്നെപ്പറ്റി പറയുന്നത് കേട്ടു. I have heard him speak about you. 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 എനിക്കിപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. I have a class now. അല്ലെങ്കിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. I have a meeting now. I have a meeting now. ഇന്ന് വൈകിട്ട് എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. I have a doctor's appointment this evening. I have a doctor's appointment this evening. I have a doctor's appointment this evening. പുറത്ത് നല്ല ഇരുട്ടാവുന്നുണ്ട്. It's getting dark outside. It's getting dark outside. It's getting dark outside. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകുന്നത് നല്ലതെന്ന്. ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, ഐ തിങ്ക് ഐ ബെറ്റർ ഗോ നൗ എന്ന് വേണമെങ്കിലും പറയാം. ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ. ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ. ഇന്നലെ രാത്രി നീ ടി വി കണ്ടോ? ഡിഡ് യു വാച്ച് ടി വി ലാസ്റ്റ് നൈറ്റ്? ഡിഡ് യു വാച്ച് ടി വി ലാസ്റ്റ് നൈറ്റ്? അല്ലെങ്കിൽ റേഡിയോ കേട്ടോ? ഡിഡ് യു ലിസൺ ടു റേഡിയോ ലാസ്റ്റ് നൈറ്റ്? മൊബൈലിൽ ഗെയിം കളിച്ചോ? ഡിഡ് യു പ്ലേ മൊബൈൽ ഗെയിംസ് ലാസ്റ്റ് നൈറ്റ്? ഡിഡ് യു വാച്ച് ടി വി ലാസ്റ്റ് നൈറ്റ്? Did you watch TV last night? സിനിമ എങ്ങനെ കൊള്ളായിരുന്നോ? Was the movie interesting? Was the movie interesting? അത്ര വലിയ കൊള്ളത്തൊന്നുമില്ലായിരുന്നു. Not really. Was the movie interesting? Not really.
വാർത്ത കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആ ഒച്ചയൊന്ന് കൂട്ടാവും. ഐ കാൻ ഹിയർ ദ ന്യൂസ്, ക്യാൻ യു ടേൺ അപ്പ് ദ വോളിയം പ്ലീസ്? അപ്പോഴും മറുപടിയായിട്ട് അദ്ദേഹം പറയാണ്, അതിന് വെച്ചിട്ട് മുന്നോട്ട് കയറുന്നാൽ പോരെ, വൈ ഡോണ്ട് യു സിറ്റ് ക്ലോസർ, വൈ ഡോണ്ട് യു സിറ്റ് ക്ലോസർ? ഐ കാൻ ഹിയർ ദ ന്യൂസ്, ക്യാൻ യു ടേൺ അപ്പ് ദ വോളിയം പ്ലീസ്? ഐ കാൻ ഹിയർ ദ ന്യൂസ്, ക്യാൻ യു ടേൺ അപ്പ് ദ വോളിയം പ്ലീസ്? വൈ ഡോണ്ട് യു സിറ്റ് ക്ലോസർ, വൈ ഡോണ്ട് യു സിറ്റ് ക്ലോസർ? അവൻ സാധാരണ വീട്ടിൽക്കാരാണ്. ഈസ് യൂഷ്വലി അറ്റ് ഹോം, ഈസ് യൂഷ്വലി അറ്റ് ഹോം, ഈസ് യൂഷ്വലി അറ്റ് ഹോം. നീ എവിടെ നിന്നാണ് ഊണ് കഴിച്ചത്? ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് ഒരു ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇതിന് ഹോട്ടലിലായിരിക്കും പോയി കഴിച്ചത്. അതേസമയം നമ്മൾ സ്കൂളിലാണ് ചോദിക്കുന്നതെങ്കിലോ നീ എവിടെ ഇരുന്നാണ് ഊണ് കഴിച്ചതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഇംഗ്ലീഷ് ചോദ്യം ഒന്നാണ്, വേർ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്, വേർ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്, വേർ ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? ഇന്ന് രാത്രി നീ എവിടെ പോവുകയാണ്? വേർ ആർ യു ഗോയിങ് ടു നൈറ്റ്, വേർ ആർ യു ഗോയിങ് ടു നൈറ്റ്, വേർ ആർ യു ഗോയിങ് ടു നൈറ്റ്? ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്, ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്, ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ഫ്രണ്ട്. എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. ഈ ആഴ്ച അവസാനം എന്നാ പരിപാടി? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് വീക്കെൻഡ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് വീക്കെൻഡ്? ഇതുവരെ തീരുമാനിച്ചില്ല. ഐ ഹാവൻ ഡിസൈഡഡ് എറ്റ്, ഐ ഹാവൻ ഡിസൈഡഡ് എറ്റ്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് വീക്കെൻഡ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ദിസ് വീക്കെൻഡ്? ഐ ഹാവൻ ഡിസൈഡഡ് എറ്റ്. സിനിമയ്ക്ക് പോയാലോ? വുഡ് യു ലൈക്ക് ടു ഗോ ടു ദ മൂവീസ്? എനിക്ക് താല്പര്യം വീട്ടിൽ ഇരുന്ന് ടി വി കാണാൻ. ഐ വുഡ് റാദർ സ്റ്റേ ഹോം ആൻഡ് വാച്ച് ടി വി. വുഡ് യു ലൈക്ക് ടു ഗോ ടു ദ മൂവീസ്? ഐ വുഡ് റാദർ സ്റ്റേ ഹോം ആൻഡ് വാച്ച് ടി വി. വുഡ് യു ലൈക്ക് ടു ഗോ ടു ദ മൂവീസ്? ഐ വുഡ് റാദർ സ്റ്റേ ഹോം ആൻഡ് വാച്ച് ടി വി. ഞാൻ നിന്നെ പിന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയോ? ക്യാൻ ഐ കോൾ യു ആൻഡ് ടെൽ യു ലേറ്റർ? ക്യാൻ ഐ കോൾ യു ആൻഡ് ടെൽ യു ലേറ്റർ? ക്യാൻ ഐ കോൾ യു ആൻഡ് ടെൽ യു ലേറ്റർ? ബസ് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ബസ്സിലോട്ട് കയറിയത്. ഐ ഗോട്ട് ഓൺ ദ ബസ് ജസ്റ്റ് ആസ് ഇറ്റ് വാസ് സ്റ്റാർട്ടിങ്. I got on the bus just as it was starting. I got on the bus just as it was starting. അവിടെ നീ സമയത്തിന് തന്നെ എത്തിയോ? Did you arrive there on time? 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 എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, അല്ലെ കുറേ പാക്കറ്റ്സ് ഉണ്ട്. എങ്ങനെ പറയാൻ പറ്റും? I've got a couple of packages with me. I've got a couple of packages with me. I've got a couple of packages with me. എങ്ങനെയാണ് നീ എന്നും വീട്ടിൽ പോകുന്നത്? How do you get home every day? How do you get home every day? അപ്പോൾ പറയണം, ഞാൻ സാധാരണ ടാക്സിയിലാണ് പോകുന്നത്. I take a cab. I take a cab. How do you get home every day? I take a cab. How do you get home every day? I take a cab. കാറിൽ പോകുന്ന അല്ലെങ്കിൽ ടാക്സിയിൽ പോകുന്നത് വെച്ചിട്ട് ചിലവല്ലേ? Isn't rather expensive going by cab? Isn't rather expensive going by cab? Isn't rather expensive going by cab? ഈ ബസ് എപ്പോഴും എടുക്കും അല്ലെങ്കിൽ ഈ ബസ് എപ്പോൾ പോകും എന്നുള്ളതാണ്. How soon does the bus leave? How soon does the bus leave? It leaves in 5 minutes. 5 മിനിറ്റുള്ളിൽ ബസ് പോകും. How soon does the bus leave? It leaves in 5 minutes. പാലപ്രയ്ക്ക് എത്ര രൂപയാണ്? How much is the fare to പാലപ്ര? അപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് പാലപ്ര. അപ്പോൾ അതുകൊണ്ടാണ് എത്ര രൂപയാണ് ചോദിക്കുന്നത്. How much is the fare to പാലപ്ര? How much is the fare to Palapra? നീ എപ്പോഴാണ് കൂട്ടുകാരെ കാണുന്നത്? When are you meeting your friends? I'm meeting them at 7 o'clock tomorrow night. നാളെ 7 മണിക്കാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണുന്നത്. When are you meeting your friends? I'm meeting them at 7 o'clock tomorrow night. ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്? What is the best hotel in this town? അല്ലെങ്കിൽ which is the best hotel in this town എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനിയിപ്പോഴും നമുക്ക് ബാർബർ ഷോപ്പ് ആണ് വേണ്ടതെങ്കിലോ what is the best barber shop in this town? അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനെ മാറ്റി പറ്റി നമുക്ക് ചോദിക്കാം, അല്ലേ? വാട്ട് ഈസ് ദ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ദിസ് ടൗൺ? വാട്ട് ഈസ് ദ ബെസ്റ്റ് ബാർബർ ഷോപ്പ് ഇൻ ദിസ് ടൗൺ? ഇവിടുന്ന് അവിടേക്ക് പോകാൻ എന്തേരം ദൂരമുണ്ടോ? ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ഹിയർ? അല്ലെങ്കിൽ വേറെ രീതിയിൽ വേണം ചോദിക്കാം, ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് ഇറ്റ് ഫ്രം ഹിയർ ടു ദ ഹോട്ടൽ? ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് ഇറ്റ് ഫ്രം ഹിയർ ടു ദ ഹോട്ടൽ എന്ന് വേണമെങ്കിലും ചോദിക്കാം. നീ നാട്ടിൽ എത്ര ദിവസം കാണും അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ദിവസം കാണും? ഹൗ മെനി ഡേയ്സ് വിൽ യു ബി ദെയർ ഇൻ കേരള? ഹൗ മെനി ഡേയ്സ് വിൽ യു ബി ദെയർ ഇൻ കേരള? ഹൗ മെനി ഡേയ്സ് വിൽ യു ബി ദെയർ ഇൻ കേരള? ഇവിടെ ഏറ്റവും അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ എവിടെയാണെന്ന് പറഞ്ഞു തരാം. Can you tell me where is the nearest medical store please? ഇവിടെ can you tell me എന്ന് പറയേണ്ട ആവശ്യമില്ല. Where is the nearest medical store please? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ടോയ്ലറ്റ് ആണ് വേണമെങ്കിലോ വാഷ്റൂം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലേ? Where is the nearest washroom please എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. നീ അവിടെ ബസ്സിലാണോ കാറിലാണോ പോകുന്നത്? Are you going there by bus or taxi? Are you going there by bus or taxi? Are you going there by bus or taxi? ഇപ്പോൾ നല്ല മഴയല്ലേ? It's raining really hard right now. It's raining really hard right now. It's raining really hard right now. മുട്ടയില്ല കേട്ടോ, മുട്ട തീർന്നു എന്ന് നമ്മൾ സാധാരണ പറയത്തില്ല. എങ്ങനെയാണ്? We haven't got any eggs.
അല്ലെങ്കിൽ വി ഹാവൻറ്റ് ഗോട്ട് എനി എഗ്സ് ലെഫ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. ലെഫ്റ്റ് പറയേണ്ട ആവശ്യമില്ല. വി ഹാവൻറ്റ് ഗോട്ട് എനി എഗ്സ്. വി ഹാവൻറ്റ് ഗോട്ട് എനി എഗ്സ്. വി ഹാവൻറ്റ് ഗോട്ട് എനി എഗ്സ്. പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ എന്തൊരു പൊട്ടനാണ്, ഹൗ സിലി മീ. അല്ലെങ്കിൽ അതാണ് സാധാരണ സംസാര ഭാഷയിൽ ഹൗ സിലി മീ എന്നാണ് പറയുന്നത്. ഹൗ സിലി ഐ ആം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ഹൗ സിലി ഐ ആം. പക്ഷേ മീ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഗ്രാമർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയാണ് സാധാരണ ഇംഗ്ലീഷുകാർ പറയുന്നത്, ഹൗ സിലി മീ, ഹൗ സിലി മീ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.